ജ്യോതിർഗമയിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ വിശാലമായ കൃതിയാണ് ഭാരതത്തിൻ്റെ അഭിമാന ഇതിഹാസമായ മഹാഭാരതം. മഹാഭാരതത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി പറഞ്ഞിരുന്നു. തൃശ്ശൂർ പള്ളിപ്പുറം ദേശത്ത് ശാന്തിനിലയം ആശ്രമത്തിലെ ആചാര്യനായ സ്വാമി തത്വരൂപാനന്ദ സരസ്വതി സ്വാമിജി, നമസ്കാരം. നമസ്കാരം. മഹാഭാരതം സ്വാമിജിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മഹാഭാരത വിശേഷങ്ങൾ. മഹാഭാരതം ഒരു ബൃഹത് ഗ്രന്ഥമാണ്. മഹാഭാരതം രചിച്ചിരിക്കുന്നത് വ്യാസ മഹർഷിയാണ്. നമ്മൾ കേട്ടിരിക്കുന്നത് വ്യാസൻ ഡിക്റ്റേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് വ്യാസൻ പറഞ്ഞു, ഗണപതി എഴുതി എന്ന് പറയുന്നത്. അത് വ്യാസാശ്രമത്തിൽ വെച്ചിട്ട്, ബദരിനാഥിൽ വ്യാസാശ്രമം എന്നുള്ളൊരു ആശ്രമമുണ്ട്. അവിടെ വെച്ചിട്ടാണ് രചിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ ബദരിനാഥിൽ പോകുമ്പോൾ ആ സ്ഥലമൊക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് മഹാഭാരതം രചിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ മഹാഭാരതം എന്നുള്ളത് വ്യാസൻ്റെ തന്നെ ഒരു ആത്മകഥയാണ്. വ്യാസനാണ് അതിലെ മുഖ്യ കഥാപാത്രം. തൻ്റെ വംശത്തെക്കുറിച്ചാണ് വ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പാണ്ഡവർ മുഖ്യമായിട്ട് പറയുകയാണെങ്കിൽ, അതായത് മൊത്തം ഒരു മഹാഭാരത യുദ്ധമാണ് അതിലെ മെയിനായിട്ടുള്ള ഒരു രംഗം പറയുകയാണെങ്കിൽ. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. അതിവിശാലമായിട്ട് 1,00,000-ൽ അധികം ശ്ലോകങ്ങളുണ്ടെന്ന് പറയുന്നു. അത് 18 പർവ്വങ്ങളായിട്ടാണ്. ചാപ്റ്റേഴ്സ് അല്ല, പർവ്വം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ. ആ സെക്ഷനെ അനവധി ചാപ്റ്റേഴ്സായിട്ട്, മനസ്സിലായില്ലേ? ഓരോ പർവ്വത്തിലും അനവധി അധ്യായങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പർവ്വം എന്ന് പറഞ്ഞാൽ ഭീഷ്മപർവ്വമാണ്. ഭീഷ്മപർവ്വം. അതിലാണ് ഭീഷ്മർ യുധിഷ്ഠിരന് രാജതന്ത്രങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. അവിടെയാണ് വിഷ്ണു സഹസ്രനാമം വരുന്നത്. അങ്ങനെ അത് ഭീഷ്മർ ചർച്ചയിൽ കെടുക്കും. അതായത് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, രാജാക്കന്മാർക്ക് പലതരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യാനുള്ള അവർക്ക് സമ്പത്തും കഴിവും അതിനുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാർക്ക് അതേ ഫലം, അതായത് അശ്വമേധം മുതലായിട്ടുള്ള യാഗങ്ങൾ നടത്തുന്ന ഫലം കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി എന്ന്. വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിലും ആ ദേശത്തും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമായിട്ട് അവിടെ കൗരവന്മാർ പാണ്ഡവർ. ഈ പാണ്ഡവന്മാരെന്ന് പറയുന്നത് തന്നെ അതും ഒരു സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചായിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ കൗരവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ദുഷ്ചിന്തകളും, പാണ്ഡവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ശുഭവാസനകളും അശുഭവാസനകളുമാണ്. ഇവ നിരന്തരമായിട്ടുള്ള യുദ്ധമാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്നത്. മനസ്സിലായി? ആ മനസ്സിൽ നടക്കുന്ന യുദ്ധത്തിൽ ശുഭവാസന ജയിക്കുമോ അശുഭവാസന ജയിക്കുമോ എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും തീരുമാനിക്കണം. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് വാസനയ്ക്കാണോ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ശ്രദ്ധ കൊടുക്കുന്നത്, ആ വാസനയായിരിക്കും നമ്മുടെ മനസ്സിൽ പ്രബലമായിട്ടിരിക്കുക. അതുകൊണ്ട് ഒരു ഗുണം നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ആദ്യമായിട്ട് ആ ഗുണത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. മനസ്സിലായി? പാണ്ഡവന്മാർ ശ്രേഷ്ഠമായിരിക്കുന്ന ഗുണത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് പാണ്ഡവന്മാർ. അപ്പോൾ ശ്രേഷ്ഠ ഗുണങ്ങൾ എന്തൊക്കെയെന്ന്, സത്യം വദ, ധർമ്മം ചര, ഇങ്ങനെയുള്ള ഈ ഉപദേശങ്ങൾ കേട്ട് ഞാനൊരു സത്യവാനായിട്ട് ജീവിക്കണം, എനിക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം, ധർമ്മനിഷ്ഠ വേണം എന്നുള്ള ആഗ്രഹം ഫസ്റ്റ് നമുക്ക് അത് വേണമെന്നുള്ള തോന്നലാണ്. 2, ആ വേണമെന്നുള്ള തോന്നലിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ പ്രകൃതം നമുക്ക് നല്ലതല്ലാത്തത് ചെയ്യാനുള്ളൊരു വാസനയുണ്ട്. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനയാണ്. അതിന് നമ്മൾ അത് നല്ലതല്ല ചീത്തയല്ല എന്നല്ല പറയുന്നത്.
അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും ജീവിതത്തിലുണ്ടാവുക. ശുഭമായിരിക്കുന്ന വാസനകളാണെങ്കിൽ ശുഭമായി തന്നെ ഭവിക്കും, സംശയമില്ല അതിൽ. അതുകൊണ്ട് ഈ 2 വാസനകളും നമ്മുടെ ഉള്ളിലുണ്ട്, മനസ്സിലായില്ലേ? എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ എത്ര ബുദ്ധനായാലും വലിയ ശങ്കരാചാര്യാണ് ആരായാലും എത്ര വലിയ ആചാര്യനായാലും നമ്മുടെ മനസ്സിൽ വാസനകൾ, നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരത്തെ ഒരു ചിന്തയുടെ മുകളിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. എൻ്റെ മനസ്സിൽ അടുത്ത നിമിഷം എന്ത് ചിന്തയാണ് വരുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഒരു ചിന്ത വന്നു എൻ്റെ മനസ്സിൽ, അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതാരാ? ഞാനാണ്. അപ്പോൾ ചിന്തയ്ക്ക് ശക്തി കൊടുക്കുന്നത് പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ്. പ്രവൃത്തി പദത്തിൽ വരുന്നില്ലെങ്കിൽ ആ ചിന്ത വരുന്നു പോകുന്നു, മനസ്സിലായി? അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പാണ്ഡവരിൽ കൂടിയും കൗരവരിൽ കൂടിയും വ്യാസമഹർഷി വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത് ശുഭവാസനകളെയും അശുഭവാസനകളെയും പോഷിപ്പിച്ചാലുണ്ടാകുന്ന ഗുണവും ദോഷവുമാണ്. ഈ ഗുണദോഷങ്ങളെ വേണ്ടതുപോലെ അറിഞ്ഞ് മഹാഭാരതം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് ആത്മപരിശോധന നടത്തണം. നമ്മുടെ ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും ഒരു ആത്മപരിശോധനയാണതിൽ കൂടി നമ്മുടെ ആചാര്യന്മാർ നിറവേറ്റിയിട്ടുള്ളത്. നമുക്ക് സ്വയം നമ്മളെ ആത്മപരിശോധന നടത്തണം. അങ്ങനെ ആത്മപരിശോധന നടത്തുമ്പോഴാണ് ഗ്രന്ഥ വിചാരം കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നത്. ഗ്രന്ഥ വായന കൊണ്ടല്ല, വിചാരം. ആ വിചാരം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഗ്രന്ഥവുമായിട്ടൊരു ബന്ധം വരുന്നത്, മനസ്സിലായി? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൗരവന്മാരുടെ അവർ ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് തന്നെ ദുര്യോധനും ദുശ്വാസനും അവരുടെ ആ ടീം കൗരവന്മാർ പാണ്ഡവന്മാരെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. ആ ചിന്ത ഉടലെടുക്കുന്നതിനനുസരിച്ച് തൻ്റെ അമ്മാവനുമായിട്ട് ആലോചിച്ച് അമ്മാവൻ ആ ചിന്തയ്ക്ക് ശക്തി പകരുകയാണ്. ശകുനിയായിരിക്കുന്ന അമ്മാവൻ ആ ചിന്തയ്ക്ക് ശക്തി പകരാണ്. ആ ശകുനി ഇല്ലായിരുന്നുവെങ്കിൽ ആ ചിന്ത വന്നു പോയി. അവിടെ പിന്നെ മഹാഭാരതം എന്നുള്ള ആ ബൃഹത് ഗ്രന്ഥമേ ഇല്ല അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ശകുനിയിൽ കൂടി കാണിച്ച് തന്നിരിക്കുന്നത് എന്താണ് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുത്തു കഴിഞ്ഞാൽ ആ ചിന്ത നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതല്ല എങ്കിൽ അതിനെ പോഷിപ്പിക്കാനായിട്ട് ആരെങ്കിലും നമ്മെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ നാശമാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിനുള്ളൊരു വ്യാഖ്യാനമാണ്. ശരിക്കും സാമൂഹിക ജീവിതത്തിന് നേരെയുള്ള ഒരു കണ്ണാടിയാണ് മഹാഭാരതം ഉൾപ്പെടെയുള്ള നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഇതിഹാസം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഇങ്ങനെയായിരുന്നു. ഇതിഹാസ എന്ന് ചിലവരും പറയുന്നു. ഇതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇപ്രകാരം. ഹ എന്ന് പറഞ്ഞാൽ ഇൻഡീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആസ ഇങ്ങനെ തന്നെയായിരുന്നു മുൻപുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും, മനസ്സിലായില്ലേ? ആ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വിചാരം ചെയ്യുന്നത്. മഹാഭാരതത്തിൽ ഓരോ ക്യാരക്ടറും നമ്മൾ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമികൾ പറയാറുണ്ട്, മഹാഭാരതം ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ്. അതിലുള്ള ഓരോ ക്യാരക്ടറും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി പോകാത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു നല്ല വ്യക്തി, നല്ലതല്ലാത്ത വ്യക്തി എന്നൊക്കെ പറയുന്ന, വാസ്തവത്തിൽ വ്യക്തികളെല്ലാം നല്ലവരാണ്, ബേസിക്കലി എല്ലാവരും നല്ലതാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയിലാണ് വ്യത്യാസം, മനസ്സിലായില്ലേ?
ഒരു നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്താൽ അവൻ നല്ല വ്യക്തിയാണെന്ന് നമ്മൾ പറയുന്നു. ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുന്നവന് ദുഷ്ടനാണെന്ന് പറയുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞവനാണെന്നാണ് നമ്മുടെ എല്ലാവരും ധാരണ. പക്ഷെ യുധിഷ്ഠിരനും ഒരു കുറവുണ്ട്, മനസ്സിലായില്ലേ? ധർമ്മപുത്രർ എന്നുള്ള വാക്ക് യുധിഷ്ഠിരൻ ഉണ്ടെങ്കിലും യുധിഷ്ഠിരൻ ചില സമയത്തെല്ലാം ആ ധർമ്മം അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഉദാഹരണം, കൗരവന്മാർ ചൂത് കളിക്കാനായിട്ട് വിളിച്ചപ്പോൾ സ്വയം പണയം പെടുത്തിയതിന് ശേഷമാണ് സഹോദരന്മാരെയും തൻ്റെ ഭാര്യയും പണയം പെടുത്തുന്നത്. പക്ഷേ അവിടെ ചൂത് കളിക്കണം എന്നുള്ള നിയമമൊന്നുമില്ല രാജാക്കന്മാർക്ക്. അതായത് അധികാരം, ചൂത്, വ്യഭിചാരം ഇതെല്ലാം രാജാക്കന്മാർക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു, മനസ്സിലായില്ലേ? അതിനടിമപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നാശമായിരിക്കും. അപ്പോൾ ഇതിൽ കൂടിയെല്ലാം വ്യാസൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ വിശകലനം ചെയ്യാനുള്ളൊരു അവസരം തരികയാണ്, മനസ്സിലായി? യുധിഷ്ഠിരനിലൂടെ ധർമ്മനിഷ്ഠ എങ്ങനെ വളർത്തണമെന്നും ദുര്യോധനൻ കൂടി എന്ത് ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി ദുര്യോധന എന്തുകൊണ്ട് ദുര്യോധനായി എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ധൃതരാഷ്ട്ര ഗാന്ധാരിയെ വിവാഹം കഴിക്കുന്നു. ധൃതരാഷ്ട്ര ജന്മന അന്ധനാണ്. അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രയെ ഗാന്ധാരി വിവാഹം ചെയ്യുമ്പോൾ തൻ്റെ ഭർത്താവിന് കണ്ണില്ല, അതുകൊണ്ട് താൻ ഭർത്താവിൻ്റെയും കൂടി കണ്ണായിട്ടിരിക്കട്ടെ എന്നൊരു ധാരണ ഗാന്ധാരിക്ക് ഉണ്ടായില്ല. ഭർത്താവിന് കണ്ണില്ലെങ്കിൽ എനിക്കും കണ്ണ് വേണ്ട. അങ്ങനെ രണ്ടുപേർക്കും കണ്ണില്ലാത്ത ഒരു കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം കുട്ടികളെ കണ്ണുകൊണ്ട് കാണാത്തവർക്ക് എങ്ങനെയാണ് ആ കുട്ടികളെ വേണ്ടതുപോലെ വളർത്താനായിട്ട് സാധിക്കുക? മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നും അതുപോലെ നമ്മുടെ ഇടയിൽ ഗാന്ധാരിമാരും ധൃതരാഷ്ട്രന്മാരുണ്ട്. സ്വാമിജി, മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളെയും ഇന്നത്തെ കാലത്തെ ജീവിതവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഇപ്പോൾ കുട്ടികളെ, അവരുടെ സ്വഭാവ രൂപീകരണത്തെ നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാണണമെങ്കിൽ അതിനുള്ള ചില വഴികൾ കൂടെ മഹാഭാരതം അതിലെ ക്യാരക്ടേഴ്സിലൂടെ പറഞ്ഞു തരുന്നുണ്ടാവും. എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? ഈ ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ കുട്ടികളെ വേണ്ടതുപോലെ നമുക്ക് പരിപാലിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ശാസ്ത്രം പറയുന്നത് 5 വർഷം വരെ ഒരു കുട്ടിയെ രാജാവിനെ പോലെ വളർത്തണം പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 5 വയസ്സ് വരെ. ആദ്യത്തെ 5 വയസ്സ് 1 to 5. നമ്മൾ ജനിച്ചത് മുതൽ 5 വയസ്സ് വരെ രാജാവിനെ പോലെ ആ കുട്ടിക്ക് തോന്നണം ഞാൻ ഇവിടെ വലിയ പ്രധാനപ്പെട്ട ഒരാളാണെന്നുള്ളത്. അപ്പോൾ അതൊരു തൻ്റെ ആത്മാഭിമാനത്തെ വളർത്താനായിട്ടുള്ള വലിയൊരു സംഗതിയാണ്. ഇപ്പം 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളോട് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും നിഷേധിച്ചു കഴിഞ്ഞാൽ അവന് തന്നെ തോന്നും, ഒരു അപകർഷതാബോധം ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ആ അപകർഷതാബോധത്തിൽ നിന്ന് ആ കുട്ടിക്ക് മോചനം വേണമെങ്കിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആ സാഹചര്യത്തിൽ നമുക്ക് ഞാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാകും. അത് 5 വയസ്സ് വരെ പാടുള്ളൂ. ജീവിതം മുഴുവൻ അങ്ങനെയല്ല. 5 വയസ്സിന് ശേഷം അവന് വേണ്ടതായിട്ട് ശിക്ഷകൾ കൊടുത്ത് വളർത്തണം. അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടാനായിട്ട് പറഞ്ഞിട്ടില്ല. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഈ കാലഘട്ടം എന്നുള്ളത് കുട്ടി സ്കൂളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ചില സമയത്ത് ആ കുട്ടിക്ക് ചിലത് നിഷേധിക്കണമെങ്കിൽ നിഷേധിക്കണം. ഒരു കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് കുട്ടിയെ വേണ്ടതുപോലെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാർ നോക്കും. സാധാരണ ആരോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കുട്ടികളോട് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ അയൽവക്കത്തുള്ള പിള്ളേർ സംസാരിക്കും, അവരുടെ കേൾക്കും. അതുകൊണ്ട് ഈ 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളോട്
നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ സമയത്താണ് നമ്മൾ എങ്ങനെയാണോ ഒരു ചെടി നട്ടു വളർത്തുമ്പോൾ കുറച്ച് ആ ചെടി വളർന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും നമ്മളൊരു വേലി കെട്ടുന്നു. എന്താണ് ഈ ആടോ പശുക്കളോ ഒന്നും കടിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ കെട്ടുന്നില്ല എങ്കിൽ ആ ചെടിക്ക് വളരാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മളൊരു പരിധി നിശ്ചയിക്കണം. കുട്ടിക്ക് വ്യവഹരിക്കാനുള്ളൊരു പരിധി നിശ്ചയിക്കണം. അത് 12 വയസ്സ് വരെ പാടുള്ളൂ. 12 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്രം മിത്രവതാചര്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുത്രനെ ഒരു മിത്രമായിട്ട് കാണണമെന്ന്. പിന്നെ നമുക്ക് ടീനേജാണ്, മനസ്സിലായില്ലേ? ടീനേജ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. ഇത് നമ്മുടെ ആചാര്യന്മാർക്ക് മുന്നേ അറിയാമായിരുന്നു. 12 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനുമുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആയാൽ എന്താണെന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ അങ്ങനെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനുള്ളൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഗാന്ധാരിയിൽ കൂടിയും ധൃതരാഷ്ട്രയിൽ കൂടിയും നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരു ദുശാസനന്മാരും ദുര്യോധനന്മാരുമായിരിക്കും നമ്മുടെ അടുത്ത തലമുറകൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വംശം തന്നെ കെട്ടടങ്ങും, മനസ്സിലായി? അപ്പോൾ അതുപോലെ ഓരോ ക്യാരക്ടറെയും ഓരോ കഥാപാത്രത്തെയും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശകുനി മറ്റൊരു പേര്. ശകുനി എന്നുള്ള കഥാപാത്രത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത് കുതന്ത്രത്തിൻ്റെ ഒരു എന്താ പറയുക, കുതന്ത്രത്തിൻ്റെ ഒരു പര്യായമാണ് ശകുനി എന്നുള്ള വാക്ക്. ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെ എങ്ങനെ ചിറകെട്ടി എല്ലാവിധത്തിലുമുള്ള പ്രഷറും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ശകുനി. അതായത് രാമായണത്തിൽ മന്ത്ര ചെയ്തു വെച്ചതുപോലുള്ള ചില വിക്രിയകൾ, അതോ അതിൽ നിന്ന് വ്യത്യസ്തമാണ്? മന്ത്രയ്ക്ക് കുറച്ചൊരു പരിധി ഉണ്ടായിരുന്നു, മനസ്സിലായി? ശകുനി എന്ന് പറഞ്ഞ ഒരു പരിധിയില്ലല്ലോ. കുറച്ച് അധികാരമുണ്ട് ആൾക്കല്ലേ? അധികാരമുണ്ട്, ഒരു കുനുഷ്ടു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു രാജ്യവംശത്തെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളയല്ലേ. അതുപോലെ ഇത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ശകുനിമാരുണ്ട്. നല്ലപോലെ എല്ലാ ശാന്തമായിട്ട് നടക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു ചെറിയൊരു സംശയം ജനിപ്പിക്കുകയാണ് നമ്മൾ. ആ സംശയം ജനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു. ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നതെല്ലാം അവനാണെന്ന് തോന്നും, കാണുന്നതെല്ലാം അതാണെന്ന് തോന്നും നമുക്ക്. ഇപ്പോൾ ആരെങ്കിലും ഒരു സംശയം നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കുകയാണെങ്കിൽ ആ സംശയം വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് എല്ലാവരുടെയും. നമ്മുടെ കൃഷ്ണൻ പറയും സംശയാത്മാ വിനശ്യതി. എവിടെയാണ് സംശയം? അവൻ നശിച്ചു എന്ന് പറയുന്നത്. സംശയരോഗം എന്നുള്ളതാണ് ഏറ്റവും വലിയ രോഗം. സംശയമുണ്ടെങ്കിൽ ആ സംശയം എൻ്റെ മനസ്സിൻ്റെ ഒരു ദുർബലതയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അവിടെയാണ് ഒരു വ്യക്തിയുടെ ഒരു സംസ്കരണം നടക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ ഒരു പ്രാകൃതനെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും, ഈ ലോകത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് കൈകടത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധ്യമല്ല. എനിക്ക് എത്ര കണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ടോ അതേ സ്വാതന്ത്ര്യം തന്നെ മറ്റുള്ളവർക്കും ഉണ്ട്. അതിനെ എപ്പോഴാണോ നമ്മൾ നിയന്ത്രിക്കുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൊത്തത്തിൽ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിത അന്തരീക്ഷത്തെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിരിക്കുകയാണ് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളിൽ കൂടി.